ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലെ ബെയർ മാർക്കറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാർക്കറ്റ്, അവിടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ലോസിലാണ് പലരുടെയും പോർട്ട്ഫോളിയോ നിൽക്കുന്നത്. നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയിരുന്നെങ്കിൽ നമ്മുടെ ലോസ് ഇത്രമാത്രം ഉണ്ടാകുമായിരുന്നില്ല. അത് നമ്മളൊരു എക്സാമ്പിളിലൂടെ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും, ഉദാഹരണത്തിന് നമ്മുടെ പോർട്ട്ഫോളിയോ ഡൗൺ ആകാൻ തുടങ്ങിയത് 2024 സെപ്റ്റംബർ മാസത്തിന് ശേഷമായിരിക്കും. കാരണം ഒക്ടോബർ മുതലാണ് ഡൗൺ ട്രെൻഡ് ആരംഭിച്ചത്. അപ്പോൾ കഴിഞ്ഞ 6 മാസം നിഫ്റ്റി 100 അഥവാ നിഫ്റ്റി ലാർജ് ക്യാപ്പ് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് -13% ആണ്. അതുപോലെ കഴിഞ്ഞ 6 മാസം മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് നൽകിയ റിട്ടേൺ -18% ആണ്. അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് നൽകിയ റിട്ടേൺ -23% ആണ്. അപ്പോൾ നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോ നമ്മൾ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ ഈക്വലായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത ഒരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ കഴിഞ്ഞ 6 മാസം അത് തീർച്ചയായിട്ടും നൽകിയിട്ടുള്ള ഒരു നെഗറ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത് ആവറേജ് 18.83 എന്നുള്ള ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ഇതിവിടെ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും നമ്മൾ നൽകുന്ന അലോക്കേഷൻ എത്രമാത്രം ഉണ്ട് അതിനനുസരിച്ച് ഇത് മാറാം. ഞാൻ ഈക്വലായിട്ട് കൊടുക്കുകയാണെങ്കിലാണ് ഇത്തരത്തിലുള്ളൊരു ആവറേജ് 18% ഒരു ലോസിലായിരിക്കും കഴിഞ്ഞ 6 മാസത്തെ പോർട്ട്ഫോളിയോ ഉണ്ടാവുക. എന്നാൽ അവിടെ നമ്മൾ നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോയുടെ കൂടെ അതിനെ ഹെഡ്ജ് ചെയ്യുന്ന രീതിയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ബീസ് ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവിടെ നമുക്ക് 18% ഒരു പോസിറ്റീവ് റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ മിറായ അസറ്റിൻ്റെ ഹാങ്സെങ് ടെക് ETF ഇത് ചൈനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഇൻ്റർനാഷണൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 86% റിട്ടേൺ കഴിഞ്ഞ 6 മാസം ലഭിച്ചിട്ടുണ്ടാവും. അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മോട്ടിലാൽ ഓസ്വാളിൻ്റെ നാസ്ഡാക്ക് 100 ETF ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവിടെ നമുക്ക് 15% ഒരു റിട്ടേൺ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവറേജ് ഈ ഒരു 3 ETF നിന്ന് നമുക്ക് ഏകദേശം 39-40% ഒരു റിട്ടേൺ ലഭിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലെ വെറും ഈക്വിറ്റിയിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 18 മുതൽ 20% ലോസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 40% പ്രോഫിറ്റാണ് ലഭിക്കുന്നത്. ഇവിടെ പോർട്ട്ഫോളിയോയിൽ ഈ രീതിയിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓവറോൾ പോർട്ട്ഫോളിയോ ഇപ്പോൾ ഏകദേശം 20% ലാഭത്തിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് എത്രമാത്രം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഒരു അണ്ടർ പെർഫോമിങ് ആ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കാലയളവിൽ നമ്മൾ കാണുന്നത് നിലവിലുള്ള ഗ്ലോബൽ ഇൻഡെക്സുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവയൊക്കെ കഴിഞ്ഞ 6 മാസം നല്ല പോസിറ്റീവ് റിട്ടേൺ നൽകിയതായിട്ട് കാണാം. ഇപ്പോൾ US ഇൻഡെക്സുകളായിട്ടുള്ള ഡൗ ജോൺസ് 6.69% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ 6 മാസം നൽകിയത്. അതുപോലെ S&P 500 6.48% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ നാസ്ഡാക്ക് 100 7.39% പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ യൂറോപ്യൻ ഇൻഡെക്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ FTSE അഥവാ UK ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഡെക്സ് 5.58% റിട്ടേൺ ആണ് 6 മാസം നൽകിയിട്ട്. അതുപോലെ CAC അഥവാ ഫ്രാൻസിൻ്റെ ആ ഒരു ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 7.5% ഒരു റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അതുപോലെ ഡാക്സ് ജർമ്മൻ്റെ ആ ഒരു ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ അത് 20% പോസിറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ 6 മാസം നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും സ്ട്രേറ്റ്സ് ടൈംസ് അഥവാ സിംഗപ്പൂരിൻ്റെ ആ ഒരു ഇൻഡെക്സ് 14.88% പോസിറ്റീവ് റിട്ടേൺ ആണ്. അതുപോലെ തായ്വാൻ്റെ വെയ്റ്റഡ് ഇൻഡെക്സ് അത് 3.91% പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ ചൈനയുടെ ഷാങ്ഹായ് കോമ്പോസിറ്റ് 17% പോസിറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ 6 മാസം നൽകിയത്. അതുപോലെ ഹാങ്സെങ് ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഇൻഡെക്സ് 29.67% ഒരു റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ജപ്പാൻ്റെ നിക്കി മാത്രമാണ് ഒരു -3% റിട്ടേൺ കഴിഞ്ഞ 6 മാസം നൽകിയിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റി 50യുടെ 12.48% നെഗറ്റീവ് റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാൻ്റെ നിക്കിയുടെ 3% അത്ര ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റാണ് അണ്ടർ പെർഫോം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 6 മാസം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ എക്കണോമി പല കാരണങ്ങൾ കൊണ്ട് താൽക്കാലികമായിട്ട് അണ്ടർ പെർഫോം ചെയ്യാം. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആകാം, അതല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും ദുരന്തങ്ങൾ കലാമിറ്റീസ് കൊണ്ട് മാനുഫാക്ചറിങ്ങിലൊക്കെ ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ വാറ് അല്ലെങ്കിൽ കലാപങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള മറ്റ് വെല്ലുവിളികൾ കൊണ്ടുമൊക്കെ അവിടുത്തെ എക്കണോമിയിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഒരു അണ്ടർ പെർഫോമൻസ് അത്തരം എക്കണോമിയിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ചില അണ്ടർ പെർഫോമൻസ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്
ഇപ്പോൾ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്തു എന്ന് പറയുന്ന ചൈനീസ് മാർക്കറ്റിൻ്റെ ഹാങ്സെങ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം അത് അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. -12% വമ്പിച്ച നഷ്ടമാണ് കഴിഞ്ഞ 5 വർഷം അത് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. കഴിഞ്ഞ 6 മാസമാണ് അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഏത് രാജ്യമാണ്, അല്ലെങ്കിൽ ഏത് കമ്മോഡിറ്റിയാണ്, അല്ലെങ്കിൽ ഏത് അസറ്റ് ക്ലാസ് ആണ് ഒരു പ്രത്യേക കാലയളവിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. ഇവിടെ നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നമുക്കവിടെ ചെറിയ തോതിൽ ഹെഡ്ജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ലഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷനും നമ്മളെ പോർട്ട്ഫോളിയോയിൽ അത്യാവശ്യമാണെന്ന് ഇത് സൂചന നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ ഈക്വിറ്റിയിൽ പൊതുവെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്താറുണ്ട്. ഇപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ, മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ, സ്മോൾ ക്യാപ്പിലൊക്കെ നമ്മൾ ഈക്വലായിട്ട് അലോക്കേഷൻ നടത്താറുണ്ട്. അതുപോലെ സെക്ടർ വൈസ് അലോക്കേഷൻ നടത്താറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ബാങ്കിങ്, ഫാർമ സെക്ടറുകൾ വലിയ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം പോർട്ട്ഫോളിയോ കുറച്ചെങ്കിലും വലിയ താഴ്ചയിലേക്ക് പോകാതെ താങ്ങി നിർത്താൻ ഈ ഒരു അലോക്കേഷൻ അവർക്ക് സഹായിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഡെറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, റിയൽ എസ്റ്റേറ്റ്, റീറ്റ്സ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഇതേപോലുള്ളൊരു ഡൈവേഴ്സിഫിക്കേഷനാണ് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ അത് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്ത് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ 3 മാസം ഈ കാറ്റഗറിയിലുള്ള പല ഫണ്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവയെല്ലാം നഷ്ടത്തിലാണ്. ഒരുവിധം ലാർജ് ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും റെഡിലാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ 6% മുതൽ 25% വരെ പല മ്യൂച്വൽ ഫണ്ടുകളും താഴോട്ടേക്ക് പോയതായിട്ട് കാണാം. എന്നാൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് കഴിഞ്ഞ 3 മാസം 3.77% മാത്രമാണ് താഴോട്ടേക്ക് പോയത്. അപ്പോൾ എല്ലാ ഫണ്ടുകളും അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫണ്ട് ആ രീതിയിലേക്ക് താഴോട്ടേക്ക് പോകാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ഫണ്ട് അലോക്കേഷനിൽ വലിയൊരു ഭാഗം ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് മെറ്റ, ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ്, ആമസോൺ പോലെയുള്ള US സ്റ്റോക്കുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മൊത്തം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ ഏകദേശം 17% US സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പോർട്ട്ഫോളിയോ വലിയ തോതിൽ തകരാതെ ആ ഒരു പരാഗ് പരീഖ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ വലിയ ലോസ് ഇല്ലാതെ ആ ഫണ്ട് ഹൗസിന് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇത് കൂടാതെ നമ്മൾ ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാല്യൂ റിസർച്ചിൻ്റെ ഒരു സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 35ഓളം ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരു റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മോശം പെർഫോം ചെയ്ത ഫണ്ട് പോലും -3% ഒരു അണ്ടർ പെർഫോമൻസ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ഫണ്ടുകളും 35% വരെ റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു 3 മാസത്തെ ഡാറ്റയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇൻ്റർനാഷണൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. ആ കോംപ്ലിക്കേഷനെ സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് ETF ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ചില ETFകളാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്ന് മിറായ അസറ്റിൻ്റെ ഹാങ്സെങ് ടെക് ETF ആണ്. ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ടോപ്പ് 30 ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപ്പുള്ള ടെക് കമ്പനികളുടെ ഒരു ETF ആണിത്. അപ്പോൾ ഇവിടെ മിറായ അസറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹാങ്സെങ് ടെക് ഇൻഡെക്സിലുള്ള ഈ ഒരു 30 കമ്പനികളിൽ എത്രയാണോ മാർക്കറ്റ് വെയിറ്റേജ് അവർ കൊടുത്തിട്ടുള്ളത് ആ എക്സ്ചേഞ്ച് അതേ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, എന്നിട്ട് അതിനെ ട്രാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ പറ്റും ഷവോമി എന്ന് പറയുന്ന ചൈനീസ് കമ്പനി ഉണ്ട്, അലിബാബ ഉണ്ട്, ലെനോവ ഉണ്ട്, ബൈഡു ഉണ്ട്, BYD പോലെയുള്ള കമ്പനികൾ നമുക്ക് ഈ ഒരു ETF-ൻ്റെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ETF-ൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 25.18 ആണ്. 6 മാസം ഈ ഒരു ETF നൽകിയ റിട്ടേൺ 83.93% ആണ്. ഒരു ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ അത് 15 ലക്ഷത്തിന് മുകളിലുണ്ട് എന്നും കൂടി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ETF ഉള്ളത് നിപ്പോൺ ഇന്ത്യയുടെ ഹാങ്സെങ് ബീസ് ആണ്. അപ്പോൾ ഇതൊരു ബ്രോഡായിട്ടുള്ള മാർക്കറ്റാണ്. ചൈനീസ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട സെക്ടേഴ്സ്, ഫൈനാൻഷ്യൽസ് ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, കൺസ്യൂമർ ഡിസ്ക്രിഷണറി ഉണ്ട്, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു 82 സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സാണിത്. ഇവിടെ HSBC ഹോൾഡിങ്സ് ഉണ്ട്, ചൈന കൺസ്ട്രക്ഷൻ ബാങ്ക് ഉണ്ട്, AIA ഉണ്ട്, പെട്രോ ചൈന ഉണ്ട്, ചൈന ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ടെക് ETF-ൽ പറഞ്ഞിട്ടുള്ള ആ സ്റ്റോക്കുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബ്രോഡ് മാർക്കറ്റാണ് ഹാങ്സെങ് ബീസ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ETF-ൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 421 രൂപയാണ്. 6 മാസം ഈ ഒരു ETF നൽകിയ റിട്ടേൺ 47%. അപ്പോൾ 3 മാസം ഒരു ആവറേജ് വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി വോളിയം 2 lakhs അബോവ് നമുക്ക് കാണാൻ പറ്റും.
ഇനി മറ്റൊരു ETF മിറായ അസറ്റിൻ്റെ NYSE ഫാങ്ക് പ്ലസ് ETF ആണ്. ഇത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 10 ഹെവി വെയ്റ്റ് ടെക് ജയന്റ് ഇൻഡെക്സിൻ്റെ ETF ആണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും മെറ്റ, ക്രൗഡ് സ്ട്രൈക്ക് ഹോൾഡിംഗ്, നെറ്റ്ഫ്ലിക്സ്, ആൽഫബറ്റ്, ആമസോൺ, ബ്രോഡ്കോം, സർവീസ് നൗ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ പോലെയുള്ള സ്റ്റോക്കുകളാണ്. 10 സ്റ്റോക്കുകളാണ് ഈ ഒരു ഇൻഡെക്സിൽ. വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണിത്. ഈ ഒരു ETF-ൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 126 രൂപയാണ്. കഴിഞ്ഞ 6 മാസം ഇത് നൽകിയ റിട്ടേൺ 33% മുകളിലാണ്. 3 മാസത്തെ ഒരു ആവറേജ് വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഡെയിലി വോളിയം നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ETF നമ്മൾ കാണുന്നത് മോട്ടിലാൽ ഒസ്വാളിൻ്റെ നാസ്ഡാക്ക് 100 ETF ആണ്. ഇത് അമേരിക്കയിലെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് ആയിട്ടുള്ള നാസ്ഡാക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടെക് കമ്പനികളുടെ ഒരു ETF ആണ്. ഇതിൽ ഫൈനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ടെക് ജയന്റുകൾ കൂടാതെ ടെസ്ല, പെപ്സിക്കോ, അഡോബ്, സ്റ്റാർബക്സ്, ഇൻറ്റൽ പോലെയുള്ള കമ്പനികളൊക്കെ നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ കാണാൻ പറ്റും. ഈ ഒരു ETF-ൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 183 രൂപയാണ്. 6 മാസത്തെ ഒരു റിട്ടേൺ 14.55% ആണ്. 3 മാസത്തെ ഒരു ആവറേജ് വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ 8 ലക്ഷത്തിന് മുകളിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നല്ല റിട്ടേൺ നൽകിയ ETF-കൾ. അതിൻ്റെ അർത്ഥം ഈ റിട്ടേൺ ഇനിയും ആവർത്തിക്കും എന്നുള്ളതല്ല. പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ് ഇത്. ഇതൊരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.